Hello everyone, welcome back to my channel. അപ്പോൾ ഓണം സീരീസിൽ തീയൽ തുടങ്ങി അവിയൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. ക്യാബേജും ക്യാരറ്റും ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കപ്പ് ക്യാബേജ്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, നുള്ളു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു നുള്ളു ജീരകം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. ഇനി ഒരു പാത്രത്തിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ക്യാരറ്റ്, അരിഞ്ഞു വെച്ചേക്കണ സവാള, പച്ചമുളക്, തേങ്ങ ചിരകിയത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പൊടിച്ചു വെച്ചേക്കണ ജീരകം, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം നല്ലോണം കൈവച്ച് തന്നെ തിരുമിയെടുക്കണം. എല്ലായിടത്തും നല്ലോണം യോജിച്ച് കിട്ടണം. ഇതിപ്പോൾ ഞാൻ നല്ലോണം കൈവച്ച് തന്നെ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. പാനിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ഉഴുന്നുപരിപ്പ്, അതിലേക്കൊരു 3 ചെറിയുള്ളി അരിഞ്ഞത്, 3 വറ്റൽമുളകും കൂടി കീറിയിടാം. അതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ യോജിപ്പിച്ച് വെച്ചേക്കണ ക്യാബേജും സവാളയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വേവണം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ്. ഈ ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് വെന്താൽ മാത്രം മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്, എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിത് മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതെല്ലാം തട്ടിപ്പൊത്തി വയ്ക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.